ഫിനാൻസ് ആക്ട് ഇപ്പോൾ 2025 മെയ് 26 ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം മെയ് 26 ആപ്ലിക്കബിളായിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ട്, അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്ലാബ് റേറ്റിൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ നേരത്തെ 3 lakhs ആയിരുന്നു, ഇപ്പോൾ അപ് ടു 4 lakhs വരെ എക്സംഷൻ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 4 lakhs ഇൻക്രീസ് ചെയ്യുന്നൊരു സ്ലാബായത്. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു നമ്മുടെ 115 BAC ഇത് കൺസെഷണൽ റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടല്ലോ, അതാണ്. അതായത് ഡിഫോൾട്ട് ടാക്സ് റെജീമിൽ വരുന്നത്. നമ്മുടെ മറ്റേതുണ്ട്, അതായത് നമ്മുടെ ഓൾഡ് ടാക്സ് റെജീം ഉണ്ടല്ലോ, അത് ഇപ്പോഴും 2,50,000 വെച്ചിട്ട് തന്നെ പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ റിബേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 87A റിബേറ്റിൽ ഇപ്പം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അപ് ടു 12 lakhs വരെ ആണെങ്കിൽ റിബേറ്റ് ഇപ്പം 60,000 ആക്കിയിട്ടുണ്ട്. അതായത് റിബേറ്റ് കിട്ടുന്നത് ഒന്നുകിൽ 60,000 അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ, ഇപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബേസിക് കോൺസെപ്റ്റ്സിൽ വരുന്നത് ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനി, നമ്മൾ ടാക്സ് റേറ്റ് പഠിക്കുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് കമ്പനിയുടെ റേറ്റ് നമ്മൾ പഠിക്കില്ല. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിൽ രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്ന് ഇപ്പം ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ 23-24 ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. 23-24 അപ് ടു 400 crores വരെ ആണെങ്കിൽ റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് 25% ആണ്. ഇനിയിപ്പം നമ്മുടെ 400 ഇപ്പോൾ പ്രീവിയസ് ഇയർ 23-24 400 crores കൂടുതലാണ് ടേൺ ഓവറോ ഗ്രോസ് റെസിപ്റ്റോ വരുന്നതെങ്കിൽ ടാക്സ് റേറ്റ് എത്രയായിരിക്കും? 30% ആയിരിക്കും. അത് ഫിനാൻസ് ആക്ട് 2025 വന്നൊരു ചേഞ്ചാണ്. പിന്നെ ഇതാണ് ബേസിക് കോൺസെപ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച്. ബാക്കിയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ IFOSൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22E ഉണ്ടല്ലോ, ഡീംഡ് ഡിവിഡൻഡ്. അത് ഞാൻ പോകെ ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് നോക്കുമ്പം അതിനനുസരിച്ച് ഞാനത് പറഞ്ഞുതരാം. ഇപ്പം ഞാനപ്പം ജസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് മുതലേ റേറ്റ്സ്, അതായത് നമ്മൾ എത്രയൊക്കെ പ്രൊവിഷൻ പഠിച്ചാലും ഫൈനലി നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടാക്സ് റേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നമ്മളൊരു നമുക്കറിയാമെന്നും പറഞ്ഞ് നമ്മൾ ജസ്റ്റ് വിടാൻ പാടില്ല. റേറ്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് ഡൗട്ട് വരല്ല. ഇപ്പോൾ TDSൻ്റെ ചാപ്റ്ററിൽ TDS ഡിഡക്ഷൻ ചാപ്റ്ററിലൊക്കെ കുറേ ലിമിറ്റുകൾ പറയുന്നുണ്ട്, കുറേ റേറ്റ്സ് ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്കത് അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം എക്സാമിൻ്റെ സമയത്ത് 5% ആണോ 10% ആണോ 2.5% ആണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും, കോൺസെപ്റ്റ് നമുക്കറിയാം, പക്ഷെ റേറ്റിലൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് റേറ്റ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഉണ്ട്. അതായത് ടോട്ടൽ ഇൻകം ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം എടുക്കും. അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ചാപ്റ്ററാണ്. ഇപ്പോൾ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രൊവിഷൻസും കൂടെ നമ്മൾ ഫുള്ള് എടുത്തിട്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സമ്മറി പോലെ ആണ്. പക്ഷേ ഇത് ഓരോ ചാപ്റ്ററിനകത്തും ഇഷ്ടംപോലെ പ്രൊവിഷൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അപ്പോൾ ഇത്രയും ഇൻകം കൂട്ടി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ് നമുക്ക് എന്താ, അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. ഇനി അത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ഡിഡക്ഷൻസ് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കുറച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. സർചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് വരും. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% വരും. അപ്പോൾ നമ്മൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് എമൗണ്ട്, അതായത് നമ്മൾ TDS കൊടുത്തിട്ടുണ്ടായിരിക്കും, TCS നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ റെഡ്യൂസ് ചെയ്യും. ആ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതാണ് ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ അടയ്ക്കാനുള്ള ടാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നമ്മളിപ്പം TDS TCS അഡ്വാൻസ് ടാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ എക്സ്ട്രാ ആണ് കൊടുത്തിട്ടുള്ളത്. അഡ്വാൻസ് ടാക്സ് ഒക്കെ നമ്മൾ കൂടുതലാണ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഇങ്ങോട്ടായിരിക്കും കിട്ടാനുള്ളത്. സോ അങ്ങനെ.
പിന്നെ സെക്ഷൻ 288A 288B പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻകം അതുപോലെ തന്നെ ടോട്ടൽ ടാക്സ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് നിയറസ്റ്റ് ₹10 ആണ്. ഇനി പേഴ്സൺ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ടാക്സിൽ നമ്മൾ പേഴ്സൺ എന്നാണ് പറയുന്നത്. പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആരൊക്കെ വരും? ഇൻഡിവിജ്വൽ വരും, HUF വരും, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ, കമ്പനി, ലോക്കൽ അതോറിറ്റി, പാർട്ണർഷിപ്പ് ഫേം, LLP, അങ്ങനെ ഇത്രയാണ് പേഴ്സൺ എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെ നോർമലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഫിനാൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ 25-26 ആണ്, അസസ്മെൻറ്റ് ഇയർ വരുന്നത് 26-27 ആണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ലേൺ ചെയ്ത ഇൻകമാണ് നമ്മളെപ്പോൾ അടയ്ക്കുന്നത്? നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കുന്നത്. അതായത് ഒരു പ്രീവിയസ് ഇയർ, അതായത് 25-26 എനിക്ക് എത്രയൊക്കെ ഇൻകം ഉണ്ടായെന്ന് ഞാൻ അസസ്മെൻറ്റ് ഇയറിൽ നോക്കിയിട്ട് അതിന് ഞാൻ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കും. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 25-26 നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 25-26 പ്രീവിയസ് ഇയറിൽ നമ്മുടെ കയ്യിൽ നിന്ന് TDS കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, TCS കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അഡ്വാൻസ് ടാക്സ് നമ്മൾ അടയ്ക്കും, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ആ ഒരു ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമ്മുടെ അസസ്മെൻറ്റ് ഇയറിലായിരിക്കും. ഇനി നോർമലി നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. പക്ഷേ 5 കേസിൽ നമ്മളത് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കും. മനസ്സിലായോ? അത് ഏതൊക്കെയാണ് 5 കേസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം 5 കേസസിലാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ടത്. ഒന്ന്, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. ഈ സംഭവം നമ്മൾ NR ടാക്സേഷൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇത് സെക്ഷൻ 172 ആണ്. രണ്ടാമത്തേത് പറയുന്നത് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ പെർമനൻ്റ്ലി ഓർ ലോങ് ടേം ഡ്യൂറേഷൻ. മൂന്നാമത്തേത് പേഴ്സൺ ട്രൈയിങ് ടു ട്രാൻസ്ഫർ ഹിസ് അസറ്റ് ഫോർ അവോയ്ഡിങ് ടാക്സ്. 4, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. പിന്നെ 5-മത്തേത് ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. ഇത് ജസ്റ്റ് നമ്മൾ ഇൻ്റർന് പഠിക്കുന്നതായതുകൊണ്ടാണ് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇത് ഈസി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ജസ്റ്റ് രാവിലെ നോക്കിയത്. പിന്നെ ബാക്കിയുള്ളത് നോക്കിയിട്ട് പറയാം. ബൈ. Touch the sky, feeling bolder. Going out, going out, going all the way. Going high, 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 high. Going out, going out, going all the way. Going high, high, high. Going all the way, going up. Going all the way, going up. Going all the way, going high, high, higher. Break the mold, then press repeat.